ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വെണ്ടയ്ക്ക കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക, ഒരു ചുവന്നുള്ളി, 2 പച്ചമുളക്, 2 അല്ലി കറിവേപ്പില, കുറച്ച് പുളി, കുറച്ച് തേങ്ങ ചിരകിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അരവ് കൂട്ടാക്കാം. അതിനായി ചിരകി വെച്ച തേങ്ങയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി പാകത്തിന് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നല്ലപോലെ അരയണം. അങ്ങനെ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൺചട്ടിയിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നേരത്തെ എടുത്തു വെച്ച പുളി നല്ലോണം പിഴിഞ്ഞ് പുളിവെള്ളം അരപ്പിലേക്ക് ഒഴിക്കുക. അപ്പോൾ ജാറിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ജാറിലേക്ക് അരവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച ശേഷം നല്ലോണം ഇളക്കിയ ശേഷമാണ് ചട്ടിയിലേക്ക് ഒഴിക്കുന്നത്. നമുക്ക് നേരത്തെ അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വെണ്ടയ്ക്കയും ഉള്ളിയും പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുക്കാം. അതിട്ട ശേഷം നല്ലപോലെ ഒരു സ്പൂൺ എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ നമുക്കത് വെള്ളം വേണോ വേണ്ടിയോ എന്ന് മനസ്സിലാക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണമെങ്കിൽ കുറച്ചും കൂടി അത് പച്ചവെള്ളം ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം വേണമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഓരോരുത്തർക്ക് പുളി ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മതിയാവും. അപ്പം ഇനി നമുക്ക് കുറച്ച് നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്നും കൂടി സ്പൂൺ എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്കത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ കറിക്കൂട്ട് റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഗ്യാസാണ് ഉപയോഗിക്കൽ. അപ്പോൾ ഇത് വിറക് കുറവായതുകൊണ്ട് അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിലേക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്യാസിലേക്ക് വെച്ച ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ വരട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊന്ന് കുറച്ച് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ അടച്ചു വെച്ചാൽ അത് കടുക് തികച്ചും അതിൽ തന്നെ ഉണ്ടാകും. അപ്പം അതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്നും കൂടി സ്പൂൺ എടുത്ത് ഒന്നും കൂടി നല്ലപോലെ വരട്ടി കൊടുക്കുക. ഇളക്കി കൊടുക്കുക. വെണ്ടയ്ക്കക്കറി റെഡിയായി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.